ബീഹാറിന്റെ മണ്ണും മനസ്സും ഇപ്പോൾ മഹാഗഠബന്ധന്റെ കൂടെയാണ്. പ്രതീക്ഷാ നിർഭരമായ ഒരു നല്ല നാളെയാണ് രാഹുൽ ഗാന്ധി ആ 16 ദിവസങ്ങൾ കൊണ്ട് ബീഹാറിൽ കാഴ്ചവെച്ചത്. 25ലധികം ജില്ലകൾ, 1300 കിലോമീറ്റർ, ഗ്രാമങ്ങളെ തൊട്ട് ചേരികൾ അറിഞ്ഞ്, ഗ്രാമീണരുടെ നിഷ്കളങ്ക സ്നേഹം തൊട്ടറിഞ്ഞ് അവരോട് സംസാരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയും തേജസ്വിയും അന്ന് ബീഹാറിൽ ജനതയുടെ ആത്മാവിനെ തൊട്ടു. മോദി ചെയ്ത കൊടും ക്രൂരതയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയായിരുന്നു രാഹുൽ ഗാന്ധി ആ യാത്രയിലുടനീളം ജനത്തോട് പറഞ്ഞത്. ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി തേജസ്വി യാദവിനെ മുന്നിൽ നിർത്തി നിതീഷ് കുമാറിന്റെ കഴിവില്ലായ്മ വിളിച്ചു പറഞ്ഞു. BJPയുടെ മോദിയുടെ അപ്രമാദിത്വത്തിൽ ഞെരിഞ്ഞമർന്ന നിതീഷ് കുമാർ ബീഹാർ ജനതയെ 20 വർഷമായി ചതിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. ഇപ്പോൾ കൂടുതലായി രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വോട്ട് തട്ടിപ്പിന്റെ വാർത്തകളിൽ നിന്നും ബീഹാറിൽ 20 വർഷമായി നിതീഷ് ഭരണത്തിലിരുന്നതിന്റെ പിന്നിലെ കളികൾ എന്താണെന്ന് മനസ്സിലായി. അതും വോട്ട് തട്ടിപ്പെന്ന മോദിയുടെ കുതന്ത്രങ്ങളായിരുന്നു എന്നതാണ് രാഹുൽ ഗാന്ധിയും തേജസ്വിയും ജനത്തോട് പറഞ്ഞത്. ഇപ്പോൾ ബീഹാറിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന നിരക്ഷരരുടെയും ദാരിദ്ര്യത്തിൻ്റെയും അടിച്ചമർത്തലുകളുടെയും ചങ്ങലകൾ പൊട്ടാൻ വെമ്പൽ പൂകുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെയും തൊഴിലിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ചങ്ങലകൾ പൊട്ടാൻ ത്രസിക്കുകയാണ്. തേജസ്വി യാദവിൻ്റെ ഈ വാക്കുകൾ തടിച്ചുകൂടിയ ആയിരങ്ങളുടെ മേൽ തേന്മഴയായി പെയ്തിറങ്ങുകയായിരുന്നു കഴിഞ്ഞ ദിവസം. റെസ്പെക്ട് എന്നെഴുതിയ വൈറ്റ് ടീഷർട്ടുമായി വേദികളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഇത്തവണ തേജസ്വിയുടെ തിരഞ്ഞെടുപ്പ് അജണ്ടയാണ് 7 അക്ഷരങ്ങളിൽ ടീഷർട്ടിൽ തേജസ്വി കുത്തിവെച്ചത്. റെസ്പെക്റ്റിന്റെ R എന്നത് റോസ്ഗാർ എന്നും അഥവാ തൊഴിൽ എന്നതാണ്. E എഡ്യൂക്കേഷനെ സൂചിപ്പിക്കുന്നു. S സുരക്ഷയെയും P പാലായമുക്തിയെയും സൂചിപ്പിക്കുന്നു. E ഇക്വാലിറ്റി, C കെയർ, T ടെക്നോളജി. ചുരുക്കത്തിൽ തൊഴിലും വിദ്യാഭ്യാസത്തിലും സുരക്ഷയിലും പൗരന്മാർക്ക് പൂർണ്ണമായ ഇക്വാലിറ്റി പ്രദാനം ചെയ്യുന്നു ബീഹാറിൽ. ബീഹാറിൽ നിന്നും യുവാക്കളും കുടുംബങ്ങളും തൊഴിൽ തേടിയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള പലായനം ഇല്ലായ്മ ചെയ്യുക, പൗരന്മാർ വലിയ രീതിയിലുള്ള ജാതീയ വർണ്ണ സാമ്പത്തിക വിവേചനം നിലനിൽക്കുന്ന സാഹചര്യം അവസാനിപ്പിക്കുക, തുല്യത ഉറപ്പുവരുത്തുക എന്നതും ലക്ഷ്യത്തിലാണ്. ഡിജിറ്റൽ ടെക്നോളജി അടക്കമുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യ കൊണ്ട് പുതിയ ബീഹാറിനെ പടുത്തുയർത്തുമെന്നുമാണ് തേജസ്വി യാദവ് പറയുന്നത്. മണ്ണിലിറങ്ങി രാഷ്ട്രീയത്തിനപ്പുറം ജനപക്ഷം പറയുന്ന നേതാവാണ് തേജസ്വി യാദവ്. അന്ന് രാഹുൽ ഗാന്ധി ബീഹാറിൽ കൊളുത്തിപ്പകർന്ന വിവാദ തീക്കാറ്റ് വെന്തുകൊണ്ടിരിക്കുന്ന മോദിക്ക് വീണ്ടും വീണ്ടും അഗ്നിപ്രഹരം നൽകുകയാണ്. രാഹുൽ ഗാന്ധി തേജസ്വി യാദവിന്റെ ജയം ഉറപ്പാക്കാനായി ബീഹാറിന്റെ നെഞ്ചിടിപ്പാകുന്ന കാഴ്ചയാണ്. സമസ്തിപൂരും ബഹസുരയിലും നളന്തയിലും പാട്നയിലും അടക്കം രാഹുൽ ഗാന്ധി മോദിയുടെയും നിതീഷിന്റെയും പൊള്ളയായ വാഗ്ദാനങ്ങളെ മൊത്തത്തിൽ ചതിയുടെ വ്യാജ പ്രഖ്യാപനങ്ങളെന്ന് തുറന്നു കാട്ടി. നാടിളക്കി നാട്ടുകാരിൽ ഒരാളായാണ് രാഹുൽ ഗാന്ധി ബീഹാറിൽ സഞ്ചരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം യാത്രയിൽ രാഹുൽ ഗാന്ധി മീൻപിടുത്തത്തിൽ ഏർപ്പെടുകയായിരുന്ന ഒരു പറ്റം മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് ഇറങ്ങി. അവരോടൊപ്പം തടാകത്തിൽ വെള്ളത്തിൽ സമയം ചെലവഴിച്ചു. ബഹുസാരായിലുള്ള യാത്രയിലാണ് കുളത്തിൽ മീൻ പിടിക്കുന്ന ഒരു സംഘത്തെ രാഹുൽ ഗാന്ധി കാണുന്നത്. ഉടൻ തന്നെ അദ്ദേഹം വെള്ളത്തിലേക്ക് ചാടി അവരോടൊപ്പം ചേരുകയായിരുന്നു. കൂടെ തന്നെ ഉപമുഖ്യമന്ത്രിയായി ഇന്ത്യ സഖ്യം ഉയർത്തിക്കാട്ടുന്ന വികാസ്ഷീൻ ഇൻസാൻ പാർട്ടി നേതാവ് മുകേഷ് സാഹ്നിയും കൂടെ കൂടി. മുദ്രാവാക്യം വിളികളുമായി അണികൾ ആരവമുഴക്കി അവരുടെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി എടുത്തെടുത്ത് ചോദിച്ച് മനസ്സിലാക്കി. കോൺഗ്രസ് ദേശീയ നേതാവ്, Z കാറ്റഗറിയിലുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യം ഉറ്റുനോക്കുന്ന നാളത്തെ ഇന്ത്യയുടെ സാരഥ്യമേറ്റെടുക്കേണ്ട ഇന്ത്യയുടെ മതേതരത്വ പ്രതീക്ഷ ഒക്കെയായ രാഹുൽ ഗാന്ധി മറ്റെല്ലാം മറന്ന് ജനത്തിനിടയിൽ ഇറങ്ങുന്നു. വയനാട്ടിൽ ചായക്കടയിലും ഉത്തർപ്രദേശിൽ ചെരുപ്പ് കുത്തിയുടെ വീട്ടിലും ബീഹാറിൽ മത്സ്യത്തൊഴിലാളികളുടെ കൂടെയും കുളത്തിലുമൊക്കെ സർവ്വ അടിസ്ഥാന വർഗക്കാരിലും രാഹുൽ മാജിക്ക് പടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം കൊണ്ടാടുന്ന ഛഠ് പൂജ ആഘോഷത്തിന് മാലിന്യമുക്തമായ യമുനയിൽ കുളിക്കാതെ സ്വന്തമായി സ്നാനം നടത്താനായി വ്യാജ യമുന നിർമ്മിച്ച് ഭക്തി നാടകം കളിക്കാൻ തുനിഞ്ഞപ്പോഴാണ് ഒരു സുരക്ഷാ പ്രശ്നങ്ങളോ ഒരു ആരോഗ്യ പ്രശ്നങ്ങളോ വകവെക്കാതെ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ വെള്ളത്തിൽ രാഹുൽ ഗാന്ധി ഇറങ്ങിയത്. ഇങ്ങനെ
ബീഹാറിൽ അടിമുടി അടിസ്ഥാന വർഗക്കാരുടെ ഇടയിലടക്കം ത്രസിപ്പായ രാഹുൽ ഗാന്ധി മാറുമ്പോഴാണ് ബീഹാറിൽ നാളെ പരസ്യ പ്രചരണം അവസാനിക്കുന്നത് എന്നോർക്കണം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒരുമിച്ച് നടത്തിയ പ്രചരണ യാത്രയിൽ വൻ ജനബാഹുല്യമായിരുന്നു ബീഹാറിൽ കണ്ടത്. രാഹുൽ ഇഫക്റ്റിൽ ബീഹാറിൽ തുടക്കം കുറിച്ച കുതിപ്പാണ് ഇന്ന് മഹാഗഠബന്ധന്റെ നേട്ടമായി അധികാരത്തിലേക്ക് അവരെ എത്തിക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ബഹുസാരയിൽ അവരെ ജനാരവം ഏറ്റുവാങ്ങി അവരോട് സംസാരിച്ചു പ്രിയങ്ക ഗാന്ധി. നിതീഷ് കുമാർ ബീഹാറിനെ പിന്നോട്ട് നടത്തുകയാണ്, നിതീഷ് മോദിയോടൊപ്പം ചേർന്ന് വ്യാജ ദേശീയത പ്രചരിപ്പിക്കുകയാണ് എന്നും വികസന മുരടിപ്പും തൊഴിലില്ലായ്മയും തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രമമെന്നും അവർ തുറന്നടിച്ചു. 1 കോടി തൊഴിൽ നൽകുമെന്ന് പറയുന്ന ഈ സർക്കാർ ഇത്രയും കാലം ഉറക്കം നടിക്കുകയായിരുന്നു. ജനത്തെ ഇക്കാലമത്രയും ദുരിതക്കയത്തിലാക്കിയ സർക്കാർ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പൊള്ളയായ പ്രഖ്യാപനങ്ങളുമായി ഇപ്പോൾ വരുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. ചതിയാണിത്. ബീഹാർ ജനതയോട് നിതീഷിന്റെ തിരഞ്ഞെടുപ്പ് ചതി എന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. കൂടെ 40-ലധികം വരുന്ന കോൺഗ്രസ് ദേശീയ നേതാക്കളും ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇന്ത്യ മുന്നണിയുടെ ജയം ഉറപ്പാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. രാജ്യം മോദി ഭരണത്തിൽ ഒരു വല്ലാത്ത മൂർത്തമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അഴിമതിയും വോട്ട് കൊള്ളയും വർഗീയതയും രാജ്യത്തെ അധോഗതിയിൽ എത്തിച്ചിരിക്കുകയാണ്. എന്നും രാജ്യത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്നതാണ് ബീഹാർ തെരഞ്ഞെടുപ്പ്. ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും BJP മുന്നോക്കക്കാരുടെ മാത്രം പാർട്ടിയായിരുന്നു. ലാലു പ്രസാദിന്റെ ഭരണകാലത്ത് BJPയെ ബീഹാറിൽ ഒരു തരി പോലും തലപൊക്കാൻ അനുവദിച്ചിരുന്നില്ല. ബീഹാറിൽ നിന്നും ഒരു BJP നേതാവിനെ പോലും ദേശീയ നേതൃത്വത്തിന് ലഭിച്ചിട്ടുമില്ല. ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറാൻ BJPക്ക് കിട്ടിയ ഏറ്റവും നല്ല ആയുധമായിരുന്നു ഈ നിതീഷ് കുമാർ. അങ്ങനെ നിതീഷ് കുമാറിനെ മുൻനിർത്തി BJP ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു കയറി. തൻ്റെ അധികാരം നിലനിർത്താൻ സംസ്ഥാനത്തിനെ തന്നെ BJPക്ക് പണയം വെച്ച നിതീഷിന് പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റുകയായിരുന്നു. നിതീഷ് കുമാറിന്റെ നീക്കങ്ങളെ മുഴുവൻ പിന്നെ മോദി നിയന്ത്രിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ലാലു പ്രസാദിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാലഘട്ടം മണ്ഡൽ കമ്മീഷന് ശേഷമുള്ള സാഹചര്യം ഒരു വലിയ വിടവ് ലാലുവിൻ്റെയും നിതീഷിൻ്റെയും ഇടയിൽ രൂപപ്പെട്ടു. അത് കൃത്യമായി BJP മുതലെടുത്തു. അങ്ങനെ നിതീഷിനെ ചാക്കിലിട്ട് പിടിച്ചു BJP. നിതീഷ് കുമാറിന് ഒറ്റയ്ക്ക് നിന്ന് ബീഹാറിൽ അധികാരം പിടിക്കാൻ ഒരിക്കലും സാധ്യമായിരുന്നില്ല. ലാലുവിൻ്റെ കൂടെ നിന്ന കാലത്തും ഒറ്റയ്ക്ക് നിന്നാൽ ഒരു ബലമില്ലാത്ത പാർട്ടിയാണ് നിതീഷ് കുമാറിൻ്റെ പാർട്ടി. പക്ഷേ കാലുമാറി NDAയുടെ ഭാഗമായി അധികാരത്തിൽ തൂങ്ങുകയായിരുന്നു നിതീഷ് കുമാർ. എന്നാൽ അധികാരം നിലനിർത്താൻ തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കയറാൻ BJP കാണിച്ച, പ്രത്യേകിച്ചും ഇക്കാലങ്ങളിൽ രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് കൊള്ളയാണ് എന്നതിലേക്കും വെളിച്ചം വീശുന്നു. 20 വർഷത്തെ ഭരണം നിതീഷിനെ ബീഹാർ ജനത വെറുത്തു കഴിഞ്ഞു എന്നതാണ് സത്യം. ഇനി നിതീഷിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉയർത്തിക്കാട്ടിയാൽ അത് വിനയാകും എന്നത് BJPക്കും മനസ്സിലായി. ഇത് മനസ്സിലാക്കിയ നിതീഷ് പരാജയം മണത്ത് അധികാരം നിലനിർത്താൻ കളം മാറ്റി ചവിട്ടുമോ എന്നതും BJP പാളയത്തിൽ ആശങ്ക ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷിനെ പ്രഖ്യാപിക്കാൻ BJP അമാന്തം കാണിച്ചത്. പക്ഷേ ഇന്ത്യ സഖ്യം തേജസ്വിയെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതോടെ കളം നിറം മാറി. BJP പ്രചരിപ്പിച്ച ഇന്ത്യ സഖ്യത്തിലെ തമ്മിത്തല്ല് എന്ന കുപ്രചരണം കാറ്റിൽ പറത്തിയാണ് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കനയ്യകുമാറും KC വേണുഗോപാലും അടക്കം ദേശീയ നേതാക്കൾ ബീഹാറിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. അതിനാൽ തന്നെ വലിയ മുന്നേറ്റമാണ് അവിടെ സംഭവിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവം അവിടെ അലതല്ലുന്നുണ്ട്. രാജ്യമൊട്ടാകെ എന്ന പോലെ ബീഹാറിലും രാഹുൽ ഇഫക്റ്റ് നടക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.